ഹലോ, ഗുഡ് ഈവനിങ്. ദ ജാപ്പനീസ് മല്ലൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇതിലിടുന്ന കണ്ടൻസ് എല്ലാം നമ്മൾ ജപ്പാൻ റിലേറ്റഡ് ആയിട്ടുള്ള, ജപ്പാനിൽ നമ്മൾ പല സ്ഥലത്തും പോകുന്ന വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗായിട്ട് ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്രോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4 കിലോമീറ്റർ വാക്കുണ്ട്. അപ്പം നമ്മളൊരു വലിയ കയറ്റം കയറിയാണ് പോകേണ്ടത്. അത് ആ മലയുടെ അടുത്താണ്. അപ്പം അവിടെ നമുക്ക് പാസേജ് ഉണ്ട്, നടക്കാനുള്ള വഴിയുണ്ട്. അതിലേക്ക് കയറി നമ്മൾ പയ്യെ നടന്ന് മുകളിലേക്ക് പോകണം. ഇവിടെ സീബ്ര ക്രോസിങ്സ് ഒക്കെ പ്രത്യേക രീതിയിലാണ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ തന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് നടക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അവിടെ ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂ. അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. എത്ര വലിയ വണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അതുപോലെ സിഗ്നൽ ആകുമ്പോൾ ഒരു കിളിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. ഇവിടെ അടുത്ത് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ഇന്ത്യയിലുള്ള പല കാറുകളും നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ കയറ്റം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇതേപോലെ സൈക്കിളിലാണ് ആൾക്കാർ പോകുന്നത്. അപ്പം അമ്മമാർ കുട്ടികളെയൊക്കെ ബാക്കിൽ വെച്ച് വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഒരുപാട് വീടുകൾ നമുക്ക് കാണാം, പല ടൈപ്പിൽ. നല്ല രസമാണ്. കൊച്ചു കൊച്ചു വീടുകളാണ്. ഇവിടുത്തെ ആളുകൾക്ക് വളരെ മിനിമലായിട്ട്, നല്ല സെറ്റപ്പിൽ, വളരെ മിനിമൽ സ്പേസിൽ ജീവിക്കാനാണ് ഇവിടുത്തുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളൊരു ബ്രിഡ്ജൊക്കെ കയറി നടന്നു പോവാം. നമ്മളൊരു കൺട്രി സൈഡിലാണ്. ടോക്കിയോയിൽ നിന്നും യോക്കോഹാമയിൽ നിന്നൊക്കെ അത്യാവശ്യം മാറിയിട്ട് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറി മേളിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടാണിത്. വീക്കെൻഡ് അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ കിടപ്പുണ്ട്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് നടന്നു പോകുന്നത്. അവർ വൈകുന്നേരങ്ങളിൽ അവരുടെ പെറ്റ്സിനെയൊക്കെ കൊണ്ട് നടത്താൻ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറൗണ്ട് 70, 75, 80 എത്ര വയസ്സുള്ളവരാണ് നമുക്ക് റോഡിൽ നടന്നു പോകുന്നതെന്ന് മനസ്സിലാവില്ല. അത്ര യങ് ആണ് അവരെല്ലാം. ഭയങ്കര വർക്കഹോളിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്പെഷ്യാലിറ്റി. പാർക്കിൻ്റെ അടുത്ത് എത്താറായപ്പോൾ അവിടെ ഒരു മരം കണ്ടു. അവിടെ ഒരാൾ നിന്ന് അതിൽ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ അത് നമ്മുടെ നാട്ടിലെ മൾബറി മരം പോലെ തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു മൾബറി എടുത്ത് കഴിച്ച് നോക്കി. നല്ല റെഡ് കളറുള്ള നല്ല മൾബറി, നല്ല സ്വീറ്റായിരുന്നു അതിന്. പിന്നെ പിള്ളേരൊക്കെ പാർക്കിലോട്ടാണെന്ന് തോന്നുന്നു ഒരുമിച്ച് നടന്നു പോകുന്നുണ്ട്. ഞാനും അവരുടെ പുറകെ അങ്ങോട്ടൊന്ന് നടന്നു. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നകത്തേക്കാണ് പാർക്ക്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ഈ പാർക്കുള്ളത്. ആൾക്കാർ തീരെ കുറവായിരുന്നു. കാര്യം വെതർ കുറച്ച് മോശമായിരുന്നു. ഒരുപാട് നടക്കാനും കാണാനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറാക്കി പാർക്ക്. നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കുന്ന. ഒരുപാട് മരങ്ങളും, നമ്മുടെ നാട്ടിലെ പാർക്ക് പോലെയല്ല, അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ഇവരിത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതേപോലെ പാർക്കുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ചില്ല് ചെയ്യാനും ഒക്കെ ഒരുപാട് സ്ഥലം, ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തടി കൊണ്ടുള്ള ഒരു ബെഞ്ച്, ഡെസ്ക്, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അല്ല ഇത്. വേറെന്തോ പറ്റില്ല, തടി പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവർ ഫിനിഷ് ചെയ്തിരുന്നത്. ഹോളിഡേയ്സ് സമയത്തൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ചില്ല് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത്. അവരുടെ എൻ്റർടൈൻമെൻറ്റ്സും പല ഫാമിലിയായിട്ട്, വിത്ത് ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. ആൾക്കാരത് പെറ്റ്സിനെയൊക്കെ നടത്താൻ പോകും. അത് ഇവിടുത്തെ സ്ഥിരം ഒരു കാഴ്ചയാണ്. നല്ല രസമുണ്ട്. ക്യൂട്ടായിട്ടുള്ള കുറേ പെറ്റ്സുണ്ട്. സാക്കുറ എന്ന് പറയും. അപ്പം ആ ഒരു സമയത്ത് ഇതിലെ ഇല മൊത്തവും കൊഴിഞ്ഞു പോയിട്ട് ഇവിടെ മൊത്തം പൂക്കളായിരിക്കും, വൈറ്റ് കളറിൽ. അപ്പോൾ ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കിനി പറ്റുവാണെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് അത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യും. പാർക്കായതുകൊണ്ട് തന്നെ അവിടെ കുറേ ഇതേപോലെ ട്രെയിനിൻ്റെയൊക്കെ ബോഗിയും, അതായത് ഇരിക്കുന്ന സീറ്റിംഗ് ഒക്കെ കണ്ടോ, അവരത് വരച്ച് ഒരു ബസ്സിൻ്റെ മോഡൽ പോലെയൊക്കെ ആക്കി. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ.
നമ്മളും കൊച്ചുനാളിൽ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് സ്ഥലമുണ്ട് നടക്കാൻ, നമുക്ക് നടന്നാലും തീരില്ല, അത്രയ്ക്ക് നടക്കാനുണ്ട്. ഗ്രീനറിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം സമ്മറാണ് ഇവിടെ, അപ്പം അത്യാവശ്യം ഇലകളും ഒക്കെ പൂക്കുന്ന സമയമാണ്. സ്പ്രിങ് കഴിഞ്ഞു, ഇനി വിൻ്റർ ടൈം ആകുമ്പോൾ ഇതൊക്കെ മാറും. ഇനി ഒരു 2-3 മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ജൂണാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മളിവിടെ നടക്കാനൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര മൈൻഡിനും എല്ലാത്തിനും ഭയങ്കര റിഫ്രഷ്മെൻറ്റ് തോന്നും. ഇവിടെ കണ്ടില്ലേ, ഒരു നാച്ചുറൽ ലേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ആദ്യം. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ കുറച്ച് താറാവുകളും മറ്റുമൊക്കെ അതിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഏതാണ്ട് പോയി തുടങ്ങി. ഏകദേശം സന്ധ്യ ഒരു 7 മണിയോടടുത്തു. ഇവിടെ സൺസെറ്റ് ഇപ്പം ലേറ്റായിട്ടാണ്, 7 മണിയൊക്കെ കഴിയും. രാവിലെ അതേപോലെ തന്നെ 4-4:30 ആകുമ്പം സൺറൈസും ഉണ്ട്. അപ്പം അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് ക്ലിപ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു. നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലാണ്. അവിടെ ഒരു വെള്ളം കുടിക്കാൻ, ആൾക്കാർക്ക് നടന്നു വരുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും അവരെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ നടന്നു. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോകും, അന്നേരമൊക്കെ വീഡിയോ എടുക്കാൻ നമ്മൾ നോക്കും. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.